ദേശീയ അംഗീകാരം ലഭിച്ചതിൻ്റെ തിളക്കത്തിലാണ് പെരുമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രം. നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നതോടെ ഇനി ആരോഗ്യ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നിലയും മെച്ചപ്പെടും. വിവിധ മേഖലകളിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയതുവഴിയാണ് പെരുമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഈ മികച്ച അംഗീകാരം നേടാൻ കഴിഞ്ഞത്. ജീവനക്കാരും ജനപ്രതിനിധികളും കൈകോർത്ത് പ്രവർത്തിച്ചാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിന് മുമ്പ് തന്നെ മറ്റ് 2 പുരസ്കാരങ്ങൾ കൂടി ഈ ആരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ട്. പെരുമണ്ണയുടെ ആരോഗ്യ മേഖലയ്ക്കകത്ത് പഞ്ചായത്ത് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വളരെ കൃത്യമായി നടപ്പാക്കുന്ന മെഡിക്കൽ ഓഫീസറും ഒരു ടീമും ഇവിടെ ഉണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ പല മേഖലകളിലായിട്ടാണ് ഈ പരിശോധന നടക്കുന്നത്. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും പരിശോധന നടത്തി അതിൽ അംഗീകാരം നേടിയിട്ടാണ് നമ്മൾ ദേശീയ തലത്തിലേക്ക് പോകുന്നത്. ദേശീയ തലത്തിൽ ബന്ധപ്പെട്ട ആളുകൾ വന്ന് പരിശോധന നടത്തുന്ന സമയത്ത് ഇവിടുത്തെ OP-യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പരിശോധിക്കും. അതുപോലെ തന്നെ ഫീൽഡുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കും. ലാബുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കും. നാഷണൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൃത്യമായി പരിശോധന നടത്തി ഇതിലെല്ലാം ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ NQAS എന്ന് പറയുന്ന അംഗീകാരം കിട്ടുന്നത്. അങ്ങനെ കിട്ടാൻ വേണ്ടി സാധാരണഗതിയിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. ആശുപത്രിയെ രോഗി സൗഹൃദമാക്കി മാറ്റുക, അതോടൊപ്പം തന്നെ ആധുനിക ഉപകരണങ്ങൾ, ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ആധുനിക ഉപകരണങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനം ഒന്നായി കൂടി വരുന്ന സമയത്താണ് പഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് മെഡിക്കൽ ഓഫീസർ അതിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് HIയുടെയും അതുപോലെ തന്നെ LHIയുടെയും നേതൃത്വത്തിലുള്ള ടീം നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ NHMുമായി ബന്ധപ്പെട്ട PRO ഈ കാര്യങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആ ടീമും അവരുടെ ഒരു നിരന്തരമായിട്ടുള്ള ഇടപെടൽ ഈ പ്രവർത്തനത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പെരുമണ്ണ പഞ്ചായത്ത് രൂപീകൃതമായത് 2000-ലാണ്. 2000-ൽ പെരുമണ്ണ പഞ്ചായത്ത് രൂപീകൃതമാകുന്ന സമയത്ത് പെരുവേൽ പഞ്ചായത്തിന്റെ FHC അല്ല, അന്ന് PHC ആണ്. ആ PHC പെരുമണ്ണയിലാണ് നിലവിലുണ്ടായിരുന്നത്. അത് വാടക കെട്ടിടത്തിലായിരുന്നു. ആ പെരുമണ്ണ അങ്ങാടിയിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച് അവിടെ നിന്നാണ് പിന്നെ 2005-ലെ ഭരണസമിതി ഈ സ്ഥലം വാങ്ങുന്നത്. 40 സെന്റ് സ്ഥലം വിലക്കെടുത്ത് അങ്ങനെയാണ് നമ്മളിവിടെ പ്രൈമറി ഹെൽത്ത് സെന്റർ സ്ഥാപിക്കുന്നത്. ആ പ്രൈമറി ഹെൽത്ത് സെന്ററിനെ 2015-ൽ അധികാരത്തിൽ വന്നിട്ടുള്ള 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇത് FHC ആയിട്ട് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു. അത് 2020 ഫെബ്രുവരി മാസം 28-ാം തീയതി അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതിനോട് ശേഷം 2 പുരസ്കാരങ്ങൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട്. ക്യാഷ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആർദ്ര കേരള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഈ 2 അംഗീകാരവും നമുക്ക് ഈ NQASന്റെ മുന്നേ തന്നെ നേടിയെടുക്കാൻ വേണ്ടി സാധ്യമായി. ആദ്യം ഫസ്റ്റ് ഡിസ്ട്രിക്ട് ലെവൽ അസസ്മെന്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ലെവൽ അസസ്മെന്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് നാഷണൽ ലെവൽ അസസ്മെന്റ്. ഈ നാഷണൽ ലെവൽ അസസ്മെന്റിന് 4 ക്രൈറ്റീരിയയാണ് അവർ നോക്കുന്നത്. പബ്ലിക് ഹെൽത്തിന്റെ വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ, OPD, ലാബ്, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം. പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം. അപ്പൊ ഇതിൽ എല്ലാം കൂടി ടോട്ടൽ 95.08% നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എല്ലാവരെയും കൂട്ടായ്മ കൊണ്ടാണ്. നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും കറക്റ്റായി വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെ ട്രെയിനിങ് സെഷൻസ് അവർ കറക്റ്റായി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവർ കുറെ രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യാനുണ്ട്, അതെല്ലാം അവർ അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല പേഷ്യൻസിനുള്ള നല്ല സൗകര്യങ്ങൾ ഉള്ള രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ PRO മീൻസ് NHM PRO അവരുടെ രീതിയിലും ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. പിന്നെ പഞ്ചായത്തിന്റെ ഹെൽപ്പും കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മളെ ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതൊക്കെ. അപ്പൊ ഈ എല്ലാവരുടെയും കൂട്ടായ്മ കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്റ്റാഫിന് ഓരോ ജോബ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് എന്തൊക്കെ ചെയ്യണം, ഏത് ഫീൽഡിലാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഭാഗമായിട്ട് നമ്മൾ ഓരോ ടീമാക്കിയിട്ട് ഫുൾ സ്റ്റാഫിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അവർക്ക് ചെയ്യേണ്ട ചെക്ക് ലിസ്റ്റ്, അതിൽ നമ്മൾ പഠിക്കേണ്ട പ്രോട്ടോകോൾ, അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ്, ഇതെല്ലാം അവർക്ക് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ റെഡി ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് അസസ്മെന്റിന് പോയത്. അതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ നാഷണൽ ലെവലിലേക്ക് പോയി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാഫ് മാത്രമല്ല, നമുക്ക് ഇതിലൊരു മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പേഷ്യൻസിന്റെ അടുത്തു നിന്നുള്ള അവരെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന്റെ അടുത്തു നിന്നുള്ള ഫീഡ്ബാക്ക്, ഇതൊക്കെ നമുക്ക് ഇത് പോയിന്റ് കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റിന് ആവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടും പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ സർവേ എടുക്കും. അതായത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചത്, അതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മൾ ആ സർവേയിൽ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നാഷണൽ അസസ്മെന്റിന് എത്തുമ്പോഴേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫീൽഡ് ലെവൽ ആക്ടിവിറ്റീസിലും ഇപ്പൊ അതിലിപ്പോൾ അംഗൻവാടികളുണ്ട്, സ്കൂളുകളുണ്ട്, പിന്നെ നമ്മൾ കുത്തിവെപ്പ് പ്രോഗ്രാമുകളുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പരിശോധന നടത്തുന്നതാണ്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസ്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഫെസിലിറ്റീസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ആ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട്.